എന്താ ഇപ്പം ചെയ്യുക? ഇനിയിപ്പോൾ റിസൾട്ട് വന്നിട്ട് അല്ലേ നമ്മൾ പഠിച്ചിങ്ങനെ തുടങ്ങാം. അത് അല്ലേ അപ്പം നോക്കിയാൽ പോരെ? വെറുതെ ഇപ്പം ഈ വെക്കേഷനിൽ പുസ്തകമൊക്കെ എടുത്ത് തുറക്കണം. ഈ ചിന്താഗതിയാണ് നിങ്ങൾക്കുള്ളെങ്കിൽ മൂഞ്ചും. ഈ വെക്കേഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ശരിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. പഠിക്കാൻ പറ്റുന്ന മനോഹരമായ സമയമാണ് ഇതൊക്കെ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും സ്ട്രെസ് ചെയ്യാനില്ല. നമുക്ക് കൂളായിട്ട് നമ്മുടെ സൗകര്യം പോലെയൊക്കെ എടുത്ത് കാണാൻ ചെയ്യാൻ പറ്റും. പുസ്തകങ്ങളൊക്കെ തുറന്ന് വെച്ച് വായിച്ച് പഠിച്ച് സെറ്റാക്കാൻ പറ്റുന്ന ഒരു മനോഹരമായ സമയമാണിത്. അതായത് നിങ്ങളിപ്പോൾ +1 പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. +2ലേക്ക് എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ ഇപ്പോൾ എക്സാം അല്ലെ +1 ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് വെറുതെ സമയം കളയണത്? നിങ്ങൾ ആലോചിച്ചു, സമയം എന്തിനാണ് വെറുതെ കളയണത്? ഈ ഒരു ഗ്യാപ്പിൽ നിങ്ങൾ ഓക്കെ ഒബ്വിയസ്ലി നിങ്ങൾ സയൻസ് വിഷയങ്ങളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കോർ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. നിങ്ങൾ ഏത് ഇപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും നിങ്ങൾക്ക് പഠിക്കാൻ ഇംഗ്ലീഷില്ലേടാ. അപ്പോൾ ഈ ഒരു വെക്കേഷനിലെ ഇംഗ്ലീഷിന്റെ ഫസ്റ്റ് സെക്കൻഡ് യൂണിറ്റ് 2 യൂണിറ്റ് ഉണ്ടാവില്ലേ? എത്ര മനോഹരമായിട്ടുള്ള 2 യൂണിറ്റുകളാണ് അത്. +2 ഇപ്പം തന്നെ ഒന്ന് ഫിനിഷ് ചെയ്ത് വെക്ക്. ഇങ്ങനെയൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചാൽ നിങ്ങൾ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് തുടക്കത്തിൽ ഉണ്ടാവില്ലേ, പിന്നെ പുതിയ പുതിയ ക്ലാസ്സുകളൊക്കെ വന്ന് ഒന്ന് ഫെഡപ്പ് ആവാനല്ലേ, ടീച്ചേഴ്സൊക്കെ വന്ന് കണ്ട് അതായിട്ടൊന്ന് പൊരുത്തപ്പെടാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷേ അപ്പോഴേ നിങ്ങൾ ഇംഗ്ലീഷിന്റെ ക്ലാസ് എന്തായിരിക്കും, പാക്ക് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ മക്കൾ ഈ വെക്കേഷൻ്റെ സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. എൻ്റെ എല്ലാ +1 വിദ്യാർത്ഥികളും നിങ്ങൾ +2ൻ്റെ എല്ലാ ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് 2 യൂണിറ്റ്, ഞാൻ ഇംഗ്ലീഷിനെ കുറിച്ച് പറയാനാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഫസ്റ്റ് 2 യൂണിറ്റ് ഇംഗ്ലീഷിൻ്റെ നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഞാൻ കോമൺ ആയിട്ട് പറയാണ്. ബട്ട് സയൻസ് വിഷയം എടുത്ത വിദ്യാർത്ഥികളാണ് നിങ്ങളെ മാത്സിൻ്റെതും അതുപോലെ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഫസ്റ്റ് 2 ചാപ്റ്റേഴ്സ് എൻ്റെ മക്കളെ ഇവിടുന്ന് നമ്മൾ +2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് കുട്ടികൾ ട്യൂഷനൊക്കെ പോയിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ സെൽഫ് സ്റ്റഡി നടത്തണം. ഒരുപാട് കുട്ടികൾ ട്യൂഷന് പോവാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ റാൻസ് എന്ന് പറയുന്ന നമ്മുടെ ഒരു ആപ്പ് തന്നെ ഉണ്ടല്ലോ, ഈ ആപ്പിൽ കയറിയിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അടിപൊളിയായിട്ട് അവരുടെ ക്ലാസ്സൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. ലൈവ് ഇൻട്രാക്ഷനിലൂടെ അവർക്ക് ക്ലാസ്സൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ക്ലാസ്സൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മക്കളെ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് നമ്മൾ പുഷ് ചെയ്ത് കയറ്റുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് ഇംഗ്ലീഷ് പെർഫെക്റ്റ് ആയിട്ട് ഫസ്റ്റ് 2 യൂണിറ്റ് എന്ത് ചെയ്യണം, എല്ലാ മക്കളും +1ലെ എല്ലാ മക്കളും +2ലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ ഇംഗ്ലീഷിൻ്റെ 2 യൂണിറ്റ് സെറ്റ് ആക്കണേ. അത് സാറേ എങ്ങനെയാണ് ഞങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങൾ പഠിക്കാൻ ഭയങ്കര പ്രയാസപ്പെടുന്നും വേണ്ട. നിങ്ങൾ +1ൻ്റെ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾ മനസ്സിലാക്കണേ, ഈ ഒരു വെക്കേഷൻ ടൈമിൽ നിങ്ങൾ ഇംഗ്ലീഷിൽ ഫുൾ മാർക്ക് മേടിച്ചു വെച്ചാലാകണേ അത് പിന്നെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടാവില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇമ്പ്രൂവ്മെന്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടാവില്ല. +2 ഒക്കെ സെറ്റാക്കി നമുക്ക് വെച്ചാൽ മതി കേട്ടോ. അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ +1ൽ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് 5 യൂണിറ്റ് മാത്രമേ +2ൽ ഇംഗ്ലീഷിലുള്ളൂ. അതിൽ 1ാമത്തെ യൂണിറ്റിൽ പറയുന്നത് തന്നെ സ്ത്രീകളെ കുറിച്ചാണ്. സ്ത്രീകൾക്ക് 3 വിദ്യാഭ്യാസം 3 L കൊടുക്കണം. എന്താണ് 3 L? ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ് എന്ന് പറയുന്ന 3 L ആണ്. ഒരു വിദ്യാഭ്യാസം കൊടുക്കണം സ്ത്രീക്ക്, അതുപോലെ തന്നെ ജോലി കൊടുക്കണം. അവർക്ക് നന്നായിട്ട് ക്വാളിറ്റി ഉണ്ട്. ഒരു സമൂഹത്തെ ലീഡ് ചെയ്യാനുള്ള ക്വാളിറ്റി ആർക്കുണ്ട്, സ്ത്രീകൾക്കുണ്ട് എന്നുള്ള ആ ഒരു സത്യം നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും ഏതൊരു സ്ത്രീയും ഒരു വീടിന്റെ പില്ലറാണ്. ആ ഒരു വീട്ടിലെ എല്ലാ ഒരു വീടിന് പില്ലർ ഇല്ലെങ്കിൽ ആ വീട് തകർന്നു പോകില്ലേ, അതുപോലെ തന്നെ ഒരു സ്ത്രീ ഒരു വീട്ടിലില്ലെങ്കിൽ ആ വീട് തകർന്നു പോകുന്ന പറയുന്നത് കേട്ടോ. ഇനി നോക്കിക്കോളൂ, ഇങ്ങനെ 2ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞാൽ 3ാമത്തെ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കും. പിന്നെ മാച്ച് ബോക്സ് എന്ന് പറയുന്നത്, സ്ത്രീകളെ കല്യാണം കഴിച്ച് അയച്ചാലേ നമ്മൾ മനസ്സിലാക്കണം സ്ത്രീകൾ എന്താണ് ശരിക്കും ഒരു ട്രാപ്പിൽ പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. അവർ ട്രാപ്പിലാവും. മാച്ച് പറഞ്ഞൊക്കെ വെച്ചാൽ മാരേജ്, മാച്ച് ആവുക മാരേജ്, ബോക്സ് പറഞ്ഞാൽ ട്രാപ്പ്. മാരേജ് ഒരു ട്രാപ്പ് ആവരുത്. പറഞ്ഞ് മനസ്സിലാവുണ്ടോ? മാരേജ് ട്രാപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് നമ്മൾ ലേണിംഗ്, വിദ്യാഭ്യാസവും ലേബർ ജോലിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയും അവർക്ക് നമ്മൾ പക്ക കൊടുത്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഈ മാച്ച് ബോക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു നൊമിത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. അവളെപ്പോലെ ഒരുപാട് കഷ്ടപ്പാട് ഹസ്ബൻഡ് വീട്ടിൽ എന്ത് ചെയ്യേണ്ടി വരും, സഹിക്കേണ്ടി വരും എന്നുള്ളതാട്ടോ. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഈ 3 നിങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഹൊറിഗല്ലോ ആവണം. എന്താണ് ഹൊറിഗല്ലു എന്ന് പറഞ്ഞാൽ അവർക്കൊരു അത്താണിയാവണം. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു വിശാലമായ ഒരു മനസ്സ് നമുക്ക് വേണം എന്ന് പറയുന്ന 1ാമത്തെ ഒരു യൂണിറ്റിൻ്റെ എന്ത് മനോഹരമായ ഒരു യൂണിറ്റാണത്. ആ യൂണിറ്റിൻ്റെ മക്കൾ എന്ത് ചെയ്യണം, പഠിച്ചിട്ട് വളരെ സെറ്റാക്കി സിമ്പിളാക്കിയിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അപ്പോൾ ഈ ഒരു വെക്കേഷൻ നിങ്ങൾക്ക് ഒരു കാരണവശാലും
ചുമ്മാ കളയാനുള്ളതല്ല എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. വെക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു പീരീഡ്, ഇനിയുള്ള ഈ ഒരു മാസം, അത് നിങ്ങൾക്ക് ചുമ്മാ കളയാനുള്ളതല്ല. പഠിച്ചു തുടങ്ങിക്കോ. നമ്മുടെ എല്ലാ ആഘോഷം കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, വിഷു കഴിഞ്ഞു, ആഘോഷങ്ങൾ ഈസ്റ്റർ വരെ കഴിഞ്ഞു. ഇതിന് കാത്തിരിക്കുമായിരുന്നു ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇനി പഠിച്ചു തുടങ്ങിക്കോളൂ. സമയം ഒട്ടും പാഴാക്കണ്ട. താങ്ക് യു വെരി മച്ച്. സീ യു ദേർ.